ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് കേട്ടോ. ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള കേക്ക് ബോർഡാണ്. നമ്മൾ കേക്കൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നതല്ലേ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് റൗണ്ട് ഷേപ്പിലുള്ളതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ കേക്ക് ബോർഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾക്ക് കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് ഉണ്ടെങ്കിൽ അതൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ 2 വലുപ്പത്തിലുള്ളതുണ്ട്, ഞാൻ ആ ചെറുതാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതൊരു വൈറ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഞാനിവിടെ ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറുള്ള ഒരു പേപ്പറാണ്, ചാർട്ട് പേപ്പർ തന്നെയാണ്. ഇത് നമ്മൾ ഇതിന്റെ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് ഇതിനേക്കാളും നമ്മൾ എടുത്തിരിക്കുന്ന കേക്ക് ബോർഡിനേക്കാളും കുറച്ച് വലുപ്പം കുറവുള്ള എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ളൊരു സാധനം എടുക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഇതിനേക്കാളും കുറച്ചൊന്ന് വലുപ്പം കുറഞ്ഞതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് വരയ്ക്കണം. ഒരു മരത്തിന്റെ ആകൃതിയിൽ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ മൂർച്ചയുള്ള എന്തെങ്കിലും ബ്ലേഡോ അല്ലെങ്കിൽ ഇതേപോലുള്ള കട്ടറോ യൂസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബോർഡിൽ ഇത് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കൊരു കളർ പേപ്പർ വേണം. ഞാനിവിടെ പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്. കളർ A4 ഷീറ്റ് പേപ്പറാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ബ്ലാക്ക് ആയ കാരണം ഒരുവിധം എല്ലാ കളേഴ്സും മാച്ച് ഉണ്ടായിരിക്കും. ഇതിൽ നിന്നും 4 സെന്റിമീറ്റർ അളവിലുള്ള സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പറാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഈ ഒരു ഫ്ലവറിന്റെ വലിപ്പം നമ്മൾ എടുത്തിരിക്കുന്ന കാർഡ്ബോർഡിന്റെ വലിപ്പത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇതേപോലെയാണ് ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാണ് കേട്ടോ. ഇതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഒട്ടിച്ച് നോക്കാം. എന്നിട്ട് തികഞ്ഞില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇനിയും ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ കത്രിക യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഇതളുകളൊക്കെ പുറകിലേക്ക് ഒന്ന് ഇതേപോലെ വളച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ഒരു ഭംഗിയുണ്ടായിരിക്കും. എന്നിട്ട് നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ഇവിടെയായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ഒട്ടിച്ചിട്ടുണ്ട്. ഒരു 3-4 ഫ്ലവേഴ്സും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി ഉണ്ടാക്കി ഒട്ടിച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നമ്മുടെ ബ്ലാക്ക് പെയിന്റ് യൂസ് ചെയ്തിട്ട് ഈ ഭാഗത്തൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ പെയിന്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒന്നും കൂടി ആ കളറൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി ചെയ്തൊന്ന് മാത്രം. ഇപ്പൊ തന്നെ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇനി അടുത്തതായിട്ട് ഒന്നും കൂടി ഭംഗിയൊക്കെ എടുക്കാനായിട്ട് ഞാൻ കുറച്ച്
സ്റ്റോൺ സ്റ്റിക്കേഴ്സും പിന്നെ അതേപോലെ നമ്മുടെ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന മിറേഴ്സിന്റെ ഫ്രെയിം ഉണ്ടല്ലോ, അതും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാണ് കേട്ടോ. ഇതന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി വാൾ ഡെക്കർ അവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം നമുക്കിത് ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ചുമരിൽ ഇതേപോലെ ഒട്ടിച്ചു വെക്കാം. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഞാൻ താഴെ മെയിൽ ID കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമുക്കിനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.